ബഹുമാനപ്പെട്ട അധ്യാപകർക്കും എൻ്റെ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. പ്രകൃതിയാണ് നമ്മുടെ ജീവന്റെ ആധാരം. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വനനശീകരണവും മലിനീകരണവും ഇന്ന് ഭൂമിയെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കാതെ അതിനോടൊപ്പം ചേർന്ന് ജീവിക്കാൻ നാം പഠിക്കണം. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും നമുക്കിന്ന് പ്രതിജ്ഞ എടുക്കാം. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ വരും തലമുറയ്ക്ക് ഭൂമിയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയൂ. ഭൂമിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഏവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും പ്രിയ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. പ്രകൃതിയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മരങ്ങൾ നട്ടുപിടിപ്പിച്ചും മലിനീകരണം കുറച്ചും നമുക്ക് ഭൂമിയെ മനോഹരമാക്കാം. വികസനത്തിനൊപ്പം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നാം ശ്രമിക്കണം. ഭൂമിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രതിജ്ഞ ചെയ്യാം. നന്ദി. ഏവർക്കും നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതി ഒരു വരദാനമാണ്. അത് അറിവില്ലായ്മയെ കൊണ്ട് നശിപ്പിക്കരുത്. മാലിന്യങ്ങൾ കുറയ്ക്കുകയും പരിസ്ഥിതിയെ ഹരിതാഭമാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഓരോ മരവും നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നൽകുന്ന ജീവന്റെ തുടിപ്പാണ്. ഭൂമിയെ നാളെയുടെ തലമുറയ്ക്കായി നമുക്ക് സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാം. നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭൂമിക്ക് വേണ്ടി കരുതലോടെ ചിന്തിക്കേണ്ട ദിവസമാണ്. മണ്ണും വായുവും വെള്ളവും മലിനമാക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കുറച്ച് മരങ്ങളെങ്കിലും നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആഘോഷിക്കാം. പ്രകൃതിയെ നാം പരിപാലിച്ചാൽ പ്രകൃതി നമ്മെയും തിരിച്ച് സംരക്ഷിക്കും. വരും തലമുറയ്ക്കായി മനോഹരമായൊരു ഭൂമി നമുക്ക് ബാക്കി വയ്ക്കാം. നന്ദി. വേദിയിലെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏവർക്കും നമസ്കാരം. നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണ് വനങ്ങൾ. ജീവന്റെ ആധാരമാണ് പ്രകൃതി. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. പ്രകൃതിയെ നാം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? വരും തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന ഭൂമി എങ്ങനെ ഉണ്ടായിരിക്കണം? പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ്, എന്നാൽ അത്യാഗ്രഹങ്ങൾക്കല്ല എന്ന് മഹാത്മാഗാന്ധി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വികസനത്തിന്റെ പേരിൽ നാം പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നു. വനനശീകരണവും മാലിന്യീകരണവും കാലാവസ്ഥാ വ്യതിയാനവും എന്നിവ മൂലം ഭൂമി വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ചൂടേറിയ വേനൽക്കാലത്തും അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, അതൊരു ജീവിതചര്യയാകണം. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക, ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ മണ്ണും വായുവും വെള്ളവും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ന് നാം നട്ടുപിടിപ്പിക്കുന്ന ഒരു മരം നാളെയുടെ തണലാണ്. പ്രകൃതിയെ സ്നേഹിക്കാം, ഇതിനെ സംരക്ഷിക്കാം. ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയുടേത് കൂടിയാണ്. ഈ ചിന്തയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി. നമസ്കാരം.